നൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ഓക്കെ. ഈ ജൗവരി ദോശ ഉണ്ടാക്കാനായി നിങ്ങൾ രാവിലെയാണ് ഉണ്ടാക്കണതെങ്കിൽ രാത്രി തന്നെ ആദ്യത്തെ കുതിർത്തണ ഭാഗം ചെയ്ത് വെക്കണം കേട്ടോ. ഇല്ല വൈകുന്നേരം രാത്രിക്കാണെങ്കിൽ നിങ്ങൾ അത് രാവിലെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് കുതിർന്നാലേ നന്നായിരിക്കുള്ളൂ. ഓക്കെ. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് ജൗവരി സാബുദാന പേൾസ് കേട്ടോ. അത് വെച്ചിട്ട് നമ്മളൊരു കിടിലൻ ദോശയാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മളതിന് ഉഴുന്ന് താഴ്ത്തോ അങ്ങനെ ഒന്നും വേണ്ട, ഉഴുന്നേ വേണ്ട അതിന്. പക്ഷെ നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം കേട്ടോ. സോ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ മെഷർമെൻറ്റ് കപ്പ് ഇതാണ്. ഇത് നമ്മളടുത്ത് ഉണ്ട് ഇതൊക്കെ, ടേബിൾ സ്പൂണും ടീസ്പൂണും മറ്റേ മെഷർമെൻറ്റ്സൊക്കെ. പക്ഷെ എനിക്കിതാണ് കംഫർട്ടബിൾ. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതെടുക്കണോ ഇതിൽ ഞാൻ 2 കപ്പാണ് എടുക്കാൻ പോകണം. അപ്പോൾ ജൗവരി കേട്ടോ. 2 കപ്പിന് നമ്മൾ 1 കപ്പ് റവയും എടുക്കും. എന്നിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പം പിന്നെ വേറെ കുറേ ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വരൂ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഇതുപോലെ 2 കപ്പാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ജൗവരി 2 കപ്പ് ഒരു ബൗളിലേക്ക് മാറ്റിയ ശേഷം 1 കപ്പ് 1-1.5 കപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തൈര്, നല്ല കട്ട തൈര്, പുളിക്കാത്ത തൈര്. എന്താ വെച്ചാൽ നമ്മൾ ഓവർനൈറ്റ് വെക്കുമ്പോൾ തൈര് പുളിക്കും. ഓക്കെ. അപ്പോൾ അതിനെ നന്നായി ഉപ്പിടരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ തൈര് വന്ന് അതുപോലെ അതിൻ്റെ മേലെ വരുന്ന പോലെ ആക്കിയിട്ട് ലെവലാക്കിയിട്ട് അതിനൊന്ന് ഓവർനൈറ്റ് അടച്ച് വെക്കുക കേട്ടോ. നിങ്ങൾ രാത്രിയാണ് ഉണ്ടാക്കണമെങ്കിൽ രാവിലെ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. ഇത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് റവ എടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് മതി. എന്നിട്ട് അതിനെ ഒന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിനെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അത് ഫൈൻ പൊടിയൊന്നും ആവേണ്ട ആവശ്യമില്ല. ആ തരിതിരിപ്പ് ഉണ്ടാവുമല്ലോ റവയുടെ, അതൊന്നും മാറിയാൽ മതി കേട്ടോ. ഓക്കെ. ഇതിപ്പോൾ നമ്മുടെ സാബുദാനയൊക്കെ നോക്കുമ്പോൾ അതൊക്കെ തൈരൊക്കെ കുടിച്ച്, ഞാൻ രാത്രിയാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് രാവിലെയാണ് ഇത് തയ്യാറാക്കി വെച്ചത് കേട്ടോ. അതൊക്കെ കുടിച്ച ശേഷം നല്ല സോഫ്റ്റായിട്ടുണ്ട്. അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാലേ അറിയാം അതിൻ്റെ ഹാർഡ്നെസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ. ഈ സമയത്ത് നമ്മൾ ഈ റവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ അതേ മെഷർമെൻറ്റിൽ തന്നെ ആ കപ്പിൽ തന്നെ 1 കപ്പ് അരിപ്പൊടി പറഞ്ഞാൽ നമ്മൾ ഇടിയപ്പം പൊടിയോ അപ്പപ്പൊടിയൊക്കെ ഇല്ലേ, നമുക്ക് മിക്സ് വാങ്ങാൻ കിട്ടുമല്ലോ. സോ അതിൽ 1 കപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പൊടികളൊക്കെ അതിലിട്ട ശേഷം നമ്മൾ അതിനാവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, മുളക് ചതച്ച മുളക് കേട്ടോ, പൊടിച്ചെടുത്തത്, ഫൈൻ പൊടിയല്ല, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, നമ്മൾ ആൾറെഡി തൈര് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് കുറച്ചായി ഒഴിച്ചാൽ മതി കേട്ടോ. അത് ബാറ്റർ വന്ന് ഒരുപാട് ലൂസാവരുത്. നമുക്ക് ഏകദേശം ഇതന്നെ കുറച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കിയിട്ട്, എന്താ വെച്ചാൽ റവ വന്ന് വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് പോരാത്ത വെള്ളം കുറച്ചായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ലോണം മല്ലിയില, കറിവേപ്പില ഒക്കെ മുറിച്ചിടാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് നാളികേരം ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് നാളികേരം കൂടി ആഡ് ചെയ്യുക. അടിപൊളിയായിരിക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഞാൻ ആ സമയം കൊണ്ട് ഇതിനാവശ്യമുള്ള ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. വേറൊരു ചട്നി ഓൾറെഡി ഉണ്ടാക്കി വെച്ചു, അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മുടെ ഒന്നുമില്ല, മുളക് ചട്നി, മുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് കേട്ടോ. അതിൻ്റെ ഒരു കടുക് വറുക്കലും കൂടി നടത്തുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഓക്കെ. കടുകും കൂടി വറുത്ത് അതിനെ അവിടെ വെച്ചു. ഇതിപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റിന് ശേഷം മാവ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയുണ്ട്. കുറച്ചുകൂടി വെള്ളം വേണം തോന്നി. അത് നമ്മൾ റവ ഇട്ടതുകൊണ്ട് ആ വെള്ളം അബ്സോർബ് ചെയ്യണതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ചൂടായ ദോശക്കല്ലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒന്നും പേടിക്കാനില്ല, അടിപൊളിയായിട്ട് പരത്താൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനിയും ഇഷ്ടമുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടി നാളികേരം, അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്പൈസ് ഇഷ്ടമാണോ അതൊക്കെ ഇടാം. ഞാനിന്ന് ജസ്റ്റ് സിമ്പിളാക്കിയിട്ട് കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുറച്ച് കറിവേപ്പില അതൊക്കെ ഇട്ടുള്ളൂ. ഇനി നിറയെ മല്ലിയില അതൊക്കെ ഇടാം.
കുറച്ച് ഉള്ളി വേണ്ടവർക്ക് കുനുകുനുകുനേന്ന് ഉള്ളി കൂടി മുറിച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ മെത്തേഡ് കാണിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് അതിന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക. ആ പേളൊക്കെ കാണാൻ നല്ല രസമില്ലേ, ശരിക്കും അത് ഇങ്ങനെ മുത്തായിട്ട് കാണണം കേട്ടോ. ദോശ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയായിരിക്കും. നല്ല എണ്ണയൊക്കെ ഇട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു സാബുദാന നമ്മുടെ എന്താ പറയുക, തൈരിലൊക്കെ ഇട്ട് വെച്ചിട്ട് ആ തൈരിൻ്റെ ഒരു ഇതും ആ ഒരു ചെറിയൊരു പുളിയും എല്ലാം കൂടി ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, സോ ഇത് വന്നിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഞാനിതിന്ന് അതിന് വേണ്ടി 2 ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഒന്ന് നമ്മുടെ ഉള്ളിയും മുളകും വെറുതെ അരച്ചതും, പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ചങ്ങലം വരണ്ടയുടെ ചട്നി. ഇതൊക്കെ ഞാൻ റെസിപ്പി ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, വേണ്ടവർക്ക് പോയി നോക്കാം കേട്ടോ. ഹായ്, ഇന്നേ നമ്മുടെ ഡിന്നർ സാബുദാന കൊണ്ട് ഒരു ദോശ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഊറ്റപ്പംമാരി അല്ലെങ്കിൽ ദോശ എന്ന് പറയാം. അതെങ്ങനെയുണ്ടെന്നുള്ളത് നന്നായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഇതാണ് കണ്ടില്ലേ, അതിന് തേങ്ങാ ചട്നിയും ആവാം, പക്ഷേ ഇത് 2 തരം സമ്മന്തി ഉണ്ട്. ചങ്ങലം പരണ്ടയുടെ ഒരു സമ്മന്തിയാണ്, സൂപ്പറായിട്ടുണ്ട്, കുരുമുളകൊക്കെ ഇട്ടിട്ട്. ഓക്കെ, ടേസ്റ്റ് നോക്കാം. നൈസ്, നന്നായിട്ടുണ്ട്. മുളക് അരച്ചത് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടുണ്ട് ഇത്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യും. ഇത് വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്.